ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഗേൾസ് ടോക്ക് ചെയ്യാണ്. ഈ ഗേൾസ് ടോക്ക് എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഗേൾസ് ടോക്ക്. ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ ഒരു ഇൻ്റർനെറ്റ് ഗ്രാൻഡ്മയോ ഇൻ്റർനെറ്റ് ആൻറ്റിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ അത് നിങ്ങൾ വിളിച്ചോ. കാരണം നമ്മൾ സംസാരിക്കുന്ന അങ്ങനത്തെ വിഷയങ്ങളാണല്ലോ. ഗേൾസ് അവരെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു, ഒരു സിസ്റ്ററിനെ പോലെ, എൻ്റെ സിസ്റ്ററിനെ പോലെയോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മനെ പോലെ കണ്ടിട്ടാണ് സംസാരിക്കുന്നത്, ചിലപ്പോൾ എന്നെ തോന്നുന്നു വലിയമ്മനെ പോലെ കണ്ടിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ആക്കിയിട്ടുള്ള സാധനങ്ങൾ എന്നോട് ചോദിക്കുന്നു, എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നു. കാരണം എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും, ഞാൻ പറയുന്നത് എല്ലാം ശരിയാണെന്നൊന്നുമില്ല, പക്ഷേ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ഈ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് വേണ്ടിയിട്ട് ഞാൻ ഇടാറ്. ഓക്കെ, അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ആക്ച്വലി ഇതൊരു വിശേഷണങ്ങളൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ ഇതിലത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഐ ആം 18, പക്ഷെ ഞാൻ വെർജിൻ അല്ല. പക്ഷെ ചേച്ചി അത് എൻ്റെ ബോയ് ഫ്രണ്ട് നിർബന്ധിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറ്റിയത്. അവനോടുള്ള സ്നേഹം കുറഞ്ഞു എന്ന് വിചാരിച്ചാലോ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അത് തെറ്റാണോ എന്നാണോ ചോദിച്ചേക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ എന്നല്ല, കുറേ മുമ്പ് തൊട്ടിട്ട് വേർജിൻ അല്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ട് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, ഇപ്പം ഇതൊരു ക്രെഡിറ്റും അല്ല, ഇതൊരു തെറ്റാണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം 18 വയസ്സ് പറയുമ്പോൾ ലീഗലി ഓക്കെയാണ്, നിങ്ങൾക്ക് നിങ്ങളെ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് സെക്സ് ചെയ്യണ്ട. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ലീഗൽ മാറ്റിയിട്ട് ഇത് നിങ്ങൾ ശരിക്കും വേണമെന്ന് വെച്ചിട്ട് ചെയ്തതാണോ? ഫസ്റ്റ് നിങ്ങൾ അതാ ചിന്തിക്കേണ്ടത്. ശരിക്കും അത്യാവശ്യമായിരുന്നു, ശരിക്കും അതിൻ്റെ ഒരു നീഡ് ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കണം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം കേട്ടോ, ആ സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരും അത് ആഗ്രഹിച്ചിട്ട് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അവനോട് സ്നേഹം കുറഞ്ഞെന്ന് തോന്നിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണതിനെ പറയുന്നത് നമ്മൾക്കും ആഗ്രഹിച്ചിട്ട് ചെയ്യണമെന്ന് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് സെക്സ് വേണ്ട എന്നാണെങ്കിൽ നോ പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, എല്ലാ റിലേഷൻഷിപ്പിലും നോ എന്ന് പറയാനുള്ളൊരു സാധനം ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല. അതല്ല നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ആൺകുട്ടികളെ മാത്രം ബ്ലെയിം ചെയ്യുക, അവൻ നിർബന്ധിച്ചിട്ടാണ്, അവനാക്കിയിട്ടാണ്. അതെന്താ, അവൻ്റെ താല്പര്യം അറിയിച്ചു, തിരിച്ചും അങ്ങോട്ടും താല്പര്യം ഉണ്ടോ ഇല്ലേന്ന് അറിയിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എല്ലാ ആൺകുട്ടികളെ തലയിൽ കൊണ്ടിടുന്നത് അതൊരു ചെറ്റത്തരമല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യുക, ഓക്കെ സെക്സ് ചെയ്തു, ഓക്കെ അത് ആയിപ്പോയി. ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിച്ച് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു നിമിഷത്തിൽ പറ്റിപ്പോയി, നിങ്ങൾ 18 കഴിഞ്ഞു, പക്ഷെ അത് അവിടെ അത്യാവശ്യം ഉണ്ടായിരുന്നു, അതിന് ശരിക്കും ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പഠിക്കുന്ന പ്രായമാണ്, 18 എന്നൊക്കെ പറഞ്ഞാൽ +2 ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുള്ളൂ, ഡിഗ്രിക്ക് കയറിയിട്ടുണ്ടായിരിക്കുള്ളൂ. ആ സമയത്ത് ഇങ്ങനായി എന്തു സംഭവിക്കാം? നിങ്ങൾ ചിലപ്പോൾ ഓക്കെ ലൈഫ് ലോങ് ചിലപ്പോൾ ഒന്നിച്ചായിരിക്കാം, ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ? പിന്നെ ഈ തിരഞ്ഞെടുത്ത ആളെങ്ങനെയാണ്, നല്ല ആളാണോ, അത് വെച്ചിട്ട് ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യോ, ഇനി നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കും, എല്ലാം തരണം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, സ്ട്രോങ് ആണെങ്കിൽ ഓക്കെ ഫൈൻ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഡൗട്ടും മനസ്സിലൊക്കെ വരുന്നത് തന്നെ നമുക്ക് എന്താ പറയുക, റിഗ്രറ്റ് ഉള്ളതുകൊണ്ടും ഒരു ഗിൽറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നോക്കുക. ഈ ഒരു കാര്യത്തിലെന്നല്ല, ഏതൊരു കാര്യത്തിലും ഇങ്ങനത്തെ സിറ്റുവേഷൻ വരാതിരിക്കാൻ നോക്കിയാൽ പോരെ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോ എന്ന് പറയാം, അപ്പോൾ പിന്നെ ഇതിന് കാര്യം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സംസാരിക്കേണ്ട. അപ്പോൾ ഇപ്പം എന്തായാലും ഓക്കെ ആയി, ഇനിയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നോക്കുക. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അതിനി പിന്നെ ഇതാലോചിച്ച് ഇരിക്കുക, ഇനി അതാലോചിച്ച് ടെൻഷൻ അടിക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഇനി നമ്മളുടെ ലൈഫിൽ എന്തൊരു കാര്യത്തിനും നമുക്ക് നോ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ പകുതി നമ്മൾ രക്ഷപ്പെടും. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നോ പറയലാണ്. ചേച്ചി, എൻ്റെ അമ്മക്ക് മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ അച്ഛൻ ഗൾഫിലാണ്. എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ കുറേ DMസും സാധനങ്ങളും ഒക്കെ എനിക്ക് വരാറുണ്ട്. സംശയം എന്ന് വെച്ചാൽ സംശയമാണെന്ന് എങ്ങനെയാണ് ഈ സംശയം വരുന്നത് എന്നറിയില്ല. ചിലപ്പോൾ എനിക്കിതിപ്പോൾ വായിച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് ആ സംശയം തോന്നിയതെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് അമ്മനോട് സംസാരിക്കുക, എന്താണ് ഏതാണെന്ന് ചോദിച്ചറിയാം. അതായത് നമ്മൾ വെറുതെ ഒരു സംശയത്തിൽ കണ്ട് ഉള്ളിൽ ദേഷ്യം മൊത്തം വെറുപ്പ് നിറച്ച്, ഇപ്പോഴത്തെ നമ്മളെന്തിപ്പോൾ മെയിൻ കണ്ടുകൊണ്ടിരിക്കുന്നു, വെറുപ്പ് മൊത്തം നിറച്ച് നമ്മൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. ആ ദേഷ്യം ഉള്ളിൽ വെച്ചിട്ടല്ലേ നമ്മൾ മൃഗമായി മാറിക്കും. മൃഗം എന്ന് പറയാൻ പറ്റില്ല, മറ്റെന്തൊക്കെയോ ആയി മാറുവാണ്. അതിൻ്റെ പ്രതികാരം ചെയ്യാൻ നടക്കുക, നമ്മൾ വേറൊരാളായി മാറുക, വേറെ തെറ്റിലോട്ട് പോവുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അമ്മ എന്നുള്ളൊരിതല്ല, എന്തൊരു കാര്യത്തിൽ ജീവിതത്തിൽ സംശയം ഉണ്ടെങ്കിൽ ആ വ്യക്തികളോട് പോയി ഓപ്പണായിട്ട് സംസാരിക്കാം.
എനിക്കിങ്ങനെ ഒരു സംശയമുണ്ട്. അതിപ്പോൾ അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ജ്യേഷ്ഠനായിക്കോട്ടെ, ആരായിക്കോട്ടെ സംസാരിക്കുക. എനിക്കിങ്ങനൊരു സംശയമുണ്ട്, എനിക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറയും, എന്തായാലും നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയും. അതാണെങ്കിൽ എന്തുകൊണ്ട്, എന്തിനിങ്ങനെ ആയി എന്നൊക്കെ ഉള്ളത് ആക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റാൻഡ് എന്തെന്നുള്ളതും വളരെ കറക്റ്റായിട്ട് പറയാം. അതാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ മനസ്സിൽ ഉള്ളിൽ വെറുപ്പ് നിറയ്ക്കുകയും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അമ്മനോട് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ. ഇപ്പം എനിക്കിത് വായിക്കുമ്പോൾ വളരെ ആ മാനസികാവസ്ഥ മനസ്സിലാവും, എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. അതൊരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതല്ല. കാരണം അച്ഛൻ ഗൾഫിലുണ്ട്, അപ്പം അമ്മക്ക് ഇങ്ങനെ ബോയ് ഫ്രണ്ടിന് തോന്നും, നമ്മളെ പഠിപ്പിനെ അത് ബാധിക്കും, സ്റ്റഡീസിനെ എഫക്റ്റ് ചെയ്യും, മറ്റ് ഫ്രണ്ട്സിനായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ മക്കൾ തമ്മിലുള്ള ഒരു ബന്ധം, ബോണ്ട് എന്ന് പറയുന്നത് അതെന്നും നിലനിൽക്കേണ്ട ഒരു ബോണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനൊരു വെറുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക കേട്ടോ. ഹലോ സിസ്റ്റർ, എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണിത്. അവളുടെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ 7 മാസമായി. ബട്ട് അവൾക്കിപ്പോൾ ഭർത്താവുമായിട്ട് സെക്ഷലി ബന്ധപ്പെടുമ്പോൾ ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് തന്നെ പ്രസവം കഴിഞ്ഞ് ഇതുവരെയായിട്ടും അവർ ശ്രമിച്ചെങ്കിലും വേദന കാരണം പറ്റിയില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയോ? എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. ഏറ്റവും ബെസ്റ്റ് നമ്മളിപ്പോൾ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഡോക്ടറിനായിട്ട് നമുക്ക് കോൺടാക്റ്റ് ഉണ്ടായിരിക്കും. കാരണം പല കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ഡോക്ടറിനോട് ചോദിക്കുന്നതാണ്. എന്നാലും എനിക്കറിയുന്ന ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ ഒരു കണ്ടീഷന്, ഇപ്പോൾ ഈ ഒരു ഡെലിവറിക്ക് ശേഷം ഈ പെയിൻഫുൾ സെക്സിനെ പറയുന്ന ഒരു കണ്ടീഷൻ്റെ പേരാണ് ഡിസ്പെറോണിയ എന്ന് പറയും. അപ്പോൾ ഈ ഡിസ്പെറോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കാരണങ്ങളുണ്ട്. ഒന്ന് ഹോർമോണൽ ചേഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് ശേഷം ഒരുപാട്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുവാണ്, പ്രത്യേകിച്ച് ഹോർമോൺ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ, നമ്മളുടെ ഈസ്ട്രജനിൽ ഭയങ്കരമായിട്ടൊരു ഡ്രോപ്പ് സംഭവിക്കും അല്ലേ? ഈസ്ട്രജൻ്റെ ഭയങ്കര ഡ്രോപ്പ് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ വെജൈനയുടെ ഭാഗം ഭയങ്കര ഡ്രൈനെസ്സും ഒക്കെ ആയിരിക്കും. ഡ്രൈനെസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ഈ സെക്സിൻ്റെ ടൈമിൽ നല്ല പെയിൻഫുൾ ആയിരിക്കും. ഓക്കെ, ഒരു കാര്യം ഇതാണ്. പിന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിക്കും നമുക്ക് ഹോർമോണിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തൊരു പ്രശ്നമാണ് സൈക്കോളജിക്കൽ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഒരു ആങ്സൈറ്റി ഉണ്ടായിരിക്കും. നമുക്ക് കുറേ ചേഞ്ചസിന് ശേഷം നമ്മുടെ ബോഡി വന്നേക്കുന്നത്. ഒരു ഡെലിവറി എന്ന് പറയുന്നത് ഒത്തിരി കുറേ ചേഞ്ചസ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു വേദന എടുക്കുമോ എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ അവിടുത്തെ മസിൽസൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റായിരിക്കും. അവിടെ ടൈറ്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, ഈ ഒരു ബന്ധപ്പെടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ പല 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 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഡോക്ടറിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ കറക്റ്റ് നമ്മളുടെ എല്ലാം നോക്കി നമ്മളോട് സംസാരിച്ച് പറഞ്ഞുതരും. അപ്പം ഇതെന്നുള്ളത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. അതാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അയ്യോ എനിക്ക് മാത്രമാണോ? അല്ല, മിക്ക പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാലും സ്ത്രീകളിൽ പല വ്യത്യാസങ്ങൾ വരും. അത് പല രീതിക്കായിരിക്കും. അപ്പം അതിലുള്ളതൊന്നാണ് ഇതെന്നും പറയണത്. അത് ബാക്ക് ടു നോർമലായിരിക്കും. പതുക്കെ നമ്മളുടെ ബോഡി ഹീലും. ഇതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബോഡി ഹീലാവണം, പിന്നെ നമ്മളെ മൈൻഡ് ഹീലാവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെന്ന് പറയണത് അല്ലേ? ഒരു അമ്മയെ കഴിഞ്ഞ് ഒരു ശരീരം മൊത്തത്തിൽ മാറുമല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് അധികം ടെൻഷൻ അടിക്കും, നമ്മൾ ഓവറായിട്ട് സ്ട്രെസ് അടിക്കുകയും ഇതിനെപ്പറ്റി ഓവറായിട്ട് ചിന്തിക്കുമ്പോഴാണ് കുറച്ചും കൂടിയും ഇതാവുന്നത്. മൈൻഡിനെയും ബോഡിനെയും ഫ്രീ ആക്കി വിടാം. ഓക്കെ, പിന്നെ ഡോക്ടറിനോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ചേച്ചി, ഞാൻ 19 ഏജാണ്. ബ്രസ്റ്റ് സൈസ് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഒരെണ്ണം ചെറുതും വലുതുമായിട്ട്. അതെന്തുകൊണ്ടാണ്? പിന്നെ സ്ട്രെച്ച് മാർക്സ് ശരീരത്തിൽ പോകാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ക്രീം സജസ്റ്റ് ചെയ്യുമോ? ഈ ബ്രസ്റ്റ് സൈസ് ഉണ്ടല്ലോ, അത് ഡിഫറെൻ്റ് ആവുന്നത് എല്ലാ സ്ത്രീകൾക്കുള്ളത്. ഞാൻ എല്ലാ സ്ത്രീകൾക്കെന്നും പറയുന്നില്ല, ഓൾമോസ്റ്റ് മെജോറിറ്റി സ്ത്രീകൾക്കും ബ്രസ്റ്റ് സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. സൈസ് മാത്രമല്ല ഡിഫറെൻറ്റ്, ഷേപ്പും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മളുടെ സെയിം സൈസും സെയിം ഷേപ്പും ആയിരിക്കില്ല നമ്മളുടെ 2 ബ്രസ്റ്റുകൾക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. അതെന്താ, നമ്മളെ ശരീരം മാത്രമല്ലേ കാണുന്നുള്ളൂ. പിന്നെ കാണുന്നത് ഫുള്ളും ആക്ട്രസ്മാർ, ഇനിയിപ്പോൾ അതല്ല സെലിബ്രിറ്റീസിൻ്റെ, അവരൊക്കെ എന്ന് പറയുമ്പോൾ കറക്റ്റ് സിമെട്രിക്കലാണ്. നമ്മൾ നോക്കുമ്പോൾ അസിമെട്രിക്കലാണ്. അപ്പോൾ നമുക്ക് ഒബ്വിയസ് ആയിട്ട് ടെൻഷനോ ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു ആവശ്യമില്ല. അവർ സെലിബ്രിറ്റികളാണ്, അവർക്ക് പല ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. കാരണം അവരുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇതാണ്. അവർക്ക് കുറച്ചും കൂടിയും ബ്യൂട്ടി ഇതായിട്ട് കാണിക്കണം. അപ്പോൾ അവർ പല ഇതാക്കും, ബ്രസ്റ്റ് ലിഫ്റ്റ് ചെയ്യാനും അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല.
അല്ലെ. അപ്പോൾ സ്ത്രീകൾക്ക് അത് ഇറഗുലറായിട്ടേ ഉണ്ടായിരിക്കുള്ളൂ, സൈസും ഷേപ്പും എല്ലാം. പിന്നെ നിപ്പിളിൻ്റെ ഇതായിരിക്കോട്ടെ, എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ അത് നോർമലാണ്, അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേ വേണ്ട. പിന്നെ സ്ട്രെച്ച് മാർക്സ് പോവാൻ നല്ലൊരു ക്രീം, അത് എനിക്ക് ഇതുവരെ നല്ലൊരു ക്രീം എനിക്കും കിട്ടിയിട്ടില്ല സ്ട്രെച്ച് മാർക്സ് പോകാൻ. എനിക്ക് ഉറപ്പായിട്ടും ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാരണം ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഒബ്വിയസ് ആയി സ്ട്രെച്ച് മാർക്സ്. അപ്പോൾ ഞാൻ കണ്ടുപിടിക്കേണ്ടത്, എനിക്ക് നല്ലൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാട്ടോ, അല്ലാണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. കുട്ടികളാകാത്ത ദമ്പതികളോട് എന്താണ് പറയാനുള്ളത് എന്നും കൂടി ഉൾപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഞാൻ പറയും, അതൊരു വലിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതായത് എനിക്ക് നന്നായിട്ട് അറിയാം, അത് ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം ഞാൻ കല്യാണം കഴിച്ച ഉടനെ തന്നെ നമ്മുടെ പല Q&Aയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 2 ഇയേഴ്സിൽ കുട്ടികൾ വേണ്ട എന്നാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് 2 ഇയേഴ്സിൽ കുട്ടികൾ വേണ്ട എന്നാണ് ആഗ്രഹം. പിന്നെ എൻ്റെ വീട്ടിലും എല്ലായിടത്തുനിന്നും എന്നോട് പറഞ്ഞു തുടങ്ങി, ഇപ്പം എനിക്ക് തന്നെ ഏജ് കുറേ ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ദൈവം കുഞ്ഞിനെ തന്നെന്ന് വരത്തില്ല. അപ്പോൾ 2 വർഷം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് ആയിന്ന് വരില്ല. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും ഇപ്പോൾ 1.5 വർഷമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. എന്നിട്ട് പോലും എൻ്റെ ഒരു സമയമായപ്പോൾ എൻ്റെ യൂട്യൂബ് കമൻസ് മൊത്തം എന്താ പറയുക, കുട്ടികളാവുന്നില്ലേ, എന്താ കുട്ടികളാവാത്തെ, സെക്സ് എഡ്യൂക്കേഷൻ എടുക്കുന്ന നീനക്ക് എന്ത് കുട്ടികളാവുന്നില്ല. പിന്നെ ഒരു ഭാഗത്ത് വീട്ടുകാർക്കും ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ആവുന്നില്ല, അങ്ങനെയെങ്കിലും ഒന്ന് വായടച്ചോട്ടെ, അങ്ങനെയെങ്കിലും കേൾക്കുമ്പോൾ എന്താ പിന്നെ ഇവരെ ബുദ്ധി. അപ്പോൾ പിന്നെ ഒന്നും കൂടി ചോദ്യം തുടങ്ങി, അയ്യോ ട്രൈ ചെയ്തിട്ടും കുട്ടികളാവുന്നത്. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ ഭയങ്കര ഒരു സാധനമാണ്, കൺസേൺ ആണ്. കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ കൊണ്ട് കുട്ടികളാവണം, അടുത്ത മാസം തന്നെ കുട്ടിയായില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അത് ആവാത്ത ദമ്പതികളോട് എന്ത് പറയുന്നത് വെച്ചാൽ, ട്രൈ ചെയ്തിട്ടും ആഗ്രഹിച്ചിട്ടും ആവാത്ത കാരോട് നിങ്ങളുടെ സമയം ആയിട്ടില്ല എന്ന് വിചാരിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല ഹോസ്പിറ്റലിൽ പോവുക, എവിടെയാണ് പ്രശ്നം എന്ന്. ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, ചെറിയ പ്രശ്നങ്ങളായിരിക്കും. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറാവുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ഹോപ്പ് കൈവിടാതിരിക്കുക. നമ്മൾ പിന്നെ ഒരുപാട് ഡെസ്പറേറ്റ് ആവാതെ, അയ്യോ എനിക്ക് കുട്ടികളാവുന്നില്ല, ആ ഡെസ്പറേറ്റ് ആയിട്ട് ആ ടെൻഷൻ അടിച്ച്, ഈ ടെൻഷനൊക്കെ ഈ പ്രഗ്നൻസിനെ എഫക്റ്റ് ചെയ്യും, ആവാതിരിക്കണേന്ന് തടയും. അപ്പം നമ്മൾ അധികം ഭയങ്കര ഡെസ്പറേറ്റ് ആവണ്ട, നമുക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കാവും. പിന്നെ ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇഷ്ടം പോലെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ കേട്ടിട്ടില്ല, 18 വർഷത്തിന് ശേഷം കുട്ടികളായി, 20 ശേഷം കുട്ടികളായി. മറ്റുള്ളവരെ കുത്തുവാക്കുകൾ പേടിച്ചിട്ട് ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാ അമ്മമാരാവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളും അമ്മമാരായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ടാകുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വിഷമിക്കണ്ട, മറ്റുള്ളവരതൊന്നും കേൾക്കണ്ട, പോയി പണി നോക്കട്ടെ മനസ്സിലെന്ന് വെച്ചാൽ മതി. അവരെ കുട്ടികളൊക്കെ നോക്കി അവർ ജീവിക്കട്ടെ, കുട്ടികളെ പേരക്കുട്ടികളൊക്കെ നോക്കാം. നമ്മളെ ജീവിതം നമുക്ക് നോക്കറിയാലോ. പോയി പണി നോക്കാൻ പറഞ്ഞാൽ മതി മനസ്സിൽ, പുറത്തേക്ക് പറയണ്ട. ചിലപ്പോൾ ബന്ധുക്കളൊക്കെ ആയിരിക്കും, ഇനി പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ഇനി കൂട്ടത്തല്ലാവണ്ട, കുടുംബത്തല്ലാവണ്ട, നമ്മളത് ആലോചിച്ചിരിക്കാണ്ടിരുന്നാൽ മതി. ഹലോ ഇത്ത, ഈ കമൻറ്റ് വായിക്കാതെ പോകരുത്, എന്തായാലും വീഡിയോയിൽ പറയണം. അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ബോയ്സിന് നമ്മളെ പീരിയഡ്സ് പോലെ വല്ലതുമുണ്ടോ? അങ്ങനെ ചെറുതായിട്ട് കേട്ടു, എന്തോ മിൽക്ക് എന്നൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. സ്കൂളിലൊക്കെ ഗേൾസിൻ്റെ പീരിയഡ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ബോയ്സിൻ്റെ ഒന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗേൾസിനും ഇതൊന്നും അറിയില്ല. എനിവേ ഇതിനെക്കുറിച്ച് ഒന്ന് പറയോ? ഇത് ഗേൾസ് ടോക്കാണെന്ന് അറിയാം, ബട്ട് ഗേൾസിന് അറിയാത്ത ബോയ്സിൻ്റെ കാര്യമാണല്ലോ ഞാൻ ചോദിച്ചത്. ഉറപ്പായിട്ടും അത് നല്ലൊരു സംശയമാണ്, കാരണം എനിക്കും ഈ സംശയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സംശയങ്ങൾ അങ്ങനെ ഗേൾസോ ബോയ്സെന്നോ ഒന്നുമില്ല, അങ്ങനത്തെ സംശയം വരും. കാരണം ഞാനും പഠിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഗേൾസിന് പീരിയഡ്സ് എന്ന് പറയുന്ന പോലെ ബോയ്സിന് അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ബോയ്സിന് ഒരിക്കലും നമ്മളുടെ ഈ ബയോളജിക്കൽ സൈക്കിൾ പോലെ ഒന്നുമില്ല. ഇപ്പം നമുക്ക് എല്ലാ മാസവും പീരിയഡ്സ് വരുന്ന പോലെ അങ്ങനത്തെ ഒരു ബയോളജിക്കൽ സൈക്കിളൊന്നും ബോയ്സിനില്ല. പക്ഷേ അവർക്ക് പ്യൂബേർട്ടി എന്ന് വെച്ചാൽ നമ്മൾ പ്യൂബേർട്ടിയിലെത്തുമ്പോഴാണ് നമുക്ക് പീരിയഡ്സും സാധനങ്ങളൊക്കെ. അതേപോലെ ആൺകുട്ടികൾക്ക് പ്യൂബേർട്ടിയിലെത്തുമ്പോൾ അവർക്ക് ഒരുപാട് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും. അതിലൊന്നാണ് അവർക്ക് ഒരു പ്രായമെത്തുമ്പോൾ അവരുടെ ടെസ്റ്റോസ്ട്രോണിൽ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ മോർണിംഗിൽ അവർക്ക് കൂടും, ഈവനിങ് ആകുമ്പോൾ അത് കുറയും. അങ്ങനെ അവർക്കൊരു ഫ്ലക്ച്വേഷൻസ് ആ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കും. പിന്നെ ആ ഒരു പ്രായത്തിൽ ഇപ്പോൾ അവരുടെ ഒരു പ്യൂബേർട്ടി ആ ഒരു ടൈമിലാണ്. ഇപ്പോൾ ഒരു വൈറ്റ് മിൽക്ക് എന്നുള്ള സംഭവം പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വെറ്റ് ഡ്രീം എന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ആൺകുട്ടികൾക്ക് രാത്രികളിൽ അവർ തന്നെ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ടെസ്റ്റോസ്ട്രോണിൻ്റെ റൈസ് എന്ന് വെച്ചാൽ കൂടുതൽ കാരണം. ഇപ്പം അവർ വേറെ ഒന്നിലിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സ്വയംഭോഗം ഒന്നും ചെയ്യാത്തവർ, അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക സെക്സിലൊന്നും ഏർപ്പെടാത്തവരിക്കില്ല ഇപ്പോൾ ഈ പ്യൂബർട്ടി എന്ന് പറയുന്ന ഒരു ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്യൂബർട്ടിയിൽ വെറ്റ് ഡ്രീം ആയിട്ടായിരിക്കും ഇവർക്ക് കാണിക്കുന്നുണ്ടായിരിക്കുക. ഈ ടെസ്റ്റോസ്ട്രോൺ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇവരെ ഉറക്കത്തിൽ ഇവരെന്നെ അറിയാതെ ഇവരുടെ ഈ സ്പേം പ്രൊഡക്ഷൻ നടക്കും. അതാണ് ഈ വൈറ്റ് മിൽക്ക് നിന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സ്പേം പ്രൊഡക്ഷൻ നടക്കും. ഇതൊക്കെയാണ് ഈ ആൺകുട്ടികളുടെ ബോഡിയിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അല്ലാണ്ട് നമ്മളുടെ പീരിയഡ്സ് വരുന്ന പോലെ അവർക്ക് എല്ലാ മാസവും. പക്ഷേ ഇവർക്കും എന്തുണ്ട് സംഭവിക്കുന്നുണ്ട്, മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പെൺകുട്ടികളുടെ പ്രീമെൻസ്ട്രൽ സിംപ്റ്റം PMS കുറിച്ചിട്ട് സംസാരിക്കും, മൂഡ് സ്വിങ്സിനെ കുറിച്ച് സംസാരിക്കും, അതൊക്കെ സംസാരിക്കും. പക്ഷേ ഇതേപോലെ തന്നെ ആൺകുട്ടികൾക്കും ഉണ്ട്. അവർക്കും ഈ ഒരു ഇമോഷണൽ സൈക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അവരെ ഇമോഷണൽ ഹൈ ആവും, ലോ ആവും, അങ്ങനെ പല കാര്യങ്ങളും ഇവർക്കും സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ബോയ്സിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു മനസ്സിലായില്ലേ, ഒരു കുഞ്ഞൊരു ഐഡിയ കിട്ടിയില്ലേ? ഏറ്റവും നല്ല നിരോധിത മാർഗം നിർദ്ദേശിക്കാമോ? 3 മാസത്തേക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന മാർഗമുണ്ടെന്ന് കേട്ടറിഞ്ഞു. അത് നല്ലതാണോ? പ്ലീസ് റിപ്ലൈ. ഈ 3 മാസത്തേക്കുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾ ഡോക്ടറിനോട് തന്നെ ആക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരിക്കലും ഇപ്പം ഈവൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഡോക്ടേഴ്സിനോട് പോലും ചോദിക്കുന്നത് അവരുടെ അടുത്ത് ഡയറക്റ്റ് പോയി കൺസൾട്ട് ചെയ്ത് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാണ്ട് ഒരിക്കലും അങ്ങനെ ഇതാക്കരുത്. കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തേക്ക് എടുക്കുന്നത്, നമ്മുടെ ശരീരത്തേക്ക് എന്താണോ ബെസ്റ്റ് എന്നുള്ളത് ആ ഡോക്ടറെ പറയുള്ളൂ. പിന്നെ ബെസ്റ്റ് ഗർഭനിരോധിത മാർഗം എന്ന് പറയുന്നത് ഞാൻ പറയുവാണെങ്കിൽ കോണ്ടമാണ്. നമ്മളെ ബോഡിക്ക് യാതൊരു തരത്തിലുള്ള കേടോ മറ്റൊരു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ, അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടും ഈസി ആയിട്ടും നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് കോണ്ടമാണ്. കോണ്ടം യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റും ചീപ്പസ്റ്റും കൺവീനിയൻറ്റുമായിട്ടുള്ളത് കോണ്ടം തന്നെയാണ്. ചേച്ചി, എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യമാണ്. ചേച്ചി സ്കിപ്പ് ചെയ്യല്ലേ ഈ ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാനിപ്പോൾ ചെന്നൈയിലാണ് പഠിക്കുന്നത്, നഴ്സിംഗ് സെക്കൻഡ് ഇയർ. ഇവിടെ വരുന്ന മുമ്പ് പീരിയഡ്സ് റെഗുലർ ആയിരുന്നു, വന്നതിന് ശേഷം ഇറഗുലർ ആണ്. പിന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, PCOD ചെക്ക് ചെയ്തു, അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഹോർമോൺ ടാബ്ലറ്റ്സ് എടുത്തു, റെഗുലറായി പീരിയഡ്സ് വരാൻ അതൊരു 3 മന്ത് ടാബ്ലറ്റ് കഴിച്ചു. പിന്നെ നെക്സ്റ്റ് മന്ത് കറക്റ്റായിട്ട് വന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് വരേണ്ട ടൈമാണ്, ഇതുവരെ വന്നില്ല. ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ മൈ പ്രോബ്ലം? ഇത് വരാനുള്ള റെമഡിയൊക്കെ ഒന്ന് പറഞ്ഞു ചെയ്ത്. ഇപ്പം നമ്മൾ ഹോസ്റ്റലിലേക്ക് മാറിയെന്നല്ലേ, ചെന്നൈ എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല ഹോസ്റ്റലിലേക്കാണ് മാറിയത്. അപ്പം നമ്മളുടെ എല്ലാം മാറി, ക്ലൈമറ്റ് മാറി, ഫുഡ് ഹാബിറ്റ് മാറി, എല്ലാം മാറുമോ. നമ്മുടെ മൊത്തത്തിലുള്ളൊരു റുട്ടീൻ, നമ്മൾ ഇതുവരെ വീട്ടിൽ നമ്മളുണ്ടായിരുന്ന റൂട്ടീൻ്റെ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാൻ കുറേ ടൈം എടുക്കും. നമ്മുടെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാൻ അതിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഒബ്വിയസ് ആയിട്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഡോക്ടറിനെ കാണിച്ചു, ഡോക്ടർ മെഡിസിൻസ് തന്നു, കാര്യങ്ങളൊക്കെ. അപ്പോൾ PCOD ചെക്ക് ചെയ്ത് PCOD ഇല്ല. അപ്പോൾ നമുക്ക് ഇനി PCOD ഉണ്ടെന്നുള്ള ടെൻഷൻ വേണ്ട. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ആ ടെസ്റ്റ് ചെയ്തതിൽ കൂടി മനസ്സിലാക്കണം. ഇത് ആലോചിച്ച് ടെൻഷൻ ആവോ കാര്യങ്ങളൊന്നും വേണ്ട. ചിലവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ വെള്ളം, ഫുഡ്, ക്ലൈമറ്റ് ഇതൊക്കെ മാറുമ്പോൾ നമ്മുടെ പീരിയഡ്സ് റെഗുലർ ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പം ഞാനുള്ള സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ ആ മന്ത് ഞാൻ എപ്പോഴും എനിക്ക് പീരിയഡ്സ് റെഗുലർ ആയ ഉള്ള ഒരാളാണ്, പണ്ടൊട്ടേ പീരിയഡ്സ് റെഗുലറാണ്. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ട്രാവലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ല ട്രിപ്പൊക്കെ പോയ മാസങ്ങളാണെങ്കിൽ എനിക്കിതുപോലെ പീരിയഡ്സ് ഡിലേ ആവുകയും സ്കിപ്പ് ആവുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് ഭയങ്കര ഒരു കൺസേൺ ആണെങ്കിൽ വീണ്ടും ഡോക്ടറിനെ കാണിക്കണം. ഈ കാണിച്ച ഡോക്ടറിനല്ല, മറ്റൊരു ഡോക്ടറിനെ മാറി കാണിക്കുക. എന്നിട്ട് പറയാം PCOD ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ PCOD ഇല്ല. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ള തൈറോയിഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തൈറോയിഡിനും നമുക്ക് തൈറോയിഡ് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ പീരിയഡ്സ് റെഗുലർ ആവുകയും മറ്റു കാര്യങ്ങളാവും. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫെർദറായിട്ട് എന്തെങ്കിലുമൊക്കെ സ്കാനോ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ കണ്ടുപിടിക്കാനുള്ളൂ. ഇതൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു വട്ടം കൂടി ഒന്ന് ഡോക്ടറിനെ കണ്ടാൽ മതി. ഹായ് അസ്ല, ആഫ്റ്റർ സെക്സ് സെമൻ അകത്ത് പോയി, പിന്നെ കുറേ സമയത്തിന് ശേഷം പുറത്തേക്ക് തന്നെ വരുന്നു. ഇത് എന്തുകൊണ്ടാണ്? ഇത് എനിക്കുമുള്ള ഒരു കൺസേൺ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇങ്ങനെ ഒരു കൺസേൺ വരും. എനിക്കിത് എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിക്കുക, നമ്മളുടെ എല്ലാ സെമിനും ഉള്ളിലേക്ക് പോകണമെന്നില്ല. കാരണം എക്സസ് വരുന്നത് തിരിച്ച് ഔട്ട് തന്നെ പുറത്തേക്ക് തന്നെ വരും. അതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉള്ളിലോട്ട് ചെല്ലുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ചിട്ട് ടെൻഷനോ പേടിയോ ഒന്നും വേണ്ട കേട്ടോ. അത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രഗ്നൻ്റ് ആവാൻ പോണുള്ള ഫസ്റ്റ് 2 മന്തിൽ എന്തൊക്കെ സിംറ്റംസ് കാണിക്കും? ചെറുതെങ്കിലും പ്ലീസ് റിപ്ലൈ. പിന്നെ ഛർദ്ദിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? വൈറ്റ് ഡിസ്ചാർജിൽ എന്തെങ്കിലും ചേഞ്ച്
ആ കളർ എന്ത് കേട് പോലെ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സിംറ്റംസ് ഒരുപോലെ ആയിരിക്കില്ല. ചിലവർക്ക് 2 മന്ത്സിലൊന്നും ഒരു സിംറ്റംസും കാണിച്ചെന്ന് വരില്ല, ഒന്നും നമുക്ക് മനസ്സിലായെന്ന് പോലും വരത്തില്ല. അപ്പോൾ പലവരുടെയും ബോഡി അനുസരിച്ചിരിക്കും. 2 മന്ത്സിൽ എന്നല്ല, ത്രൂ ഔട്ട് പ്രഗ്നൻസി പലവർക്കും പല രീതിയായിരിക്കും. ചിലർക്കൊന്നും ഒരു ക്ഷീണം ഉണ്ടായിരിക്കും, ചിലർക്ക് ഒട്ടും ഭയങ്കര ക്ഷീണം. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ 2 മന്ത്സിൻ്റെ പറയാം. എനിക്ക് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ സമയം തൊട്ടിട്ടേ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എൻ്റെ ഇതാണ്, ഞാൻ എന്നത്തേക്കാൾ കൂടുതൽ എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് കാണിച്ചത് എനിക്ക് ബ്ലോട്ടിങ് പോലെയാണ്, വയറിങ്ങനെ വീർത്ത് അങ്ങനെ ഒരു ബ്ലോട്ടിങ് പോലെ ഉണ്ടായിരുന്നു. എനിക്ക് എക്സ്ട്രീം മൂഡ് സ്വിങ്സ് ആയിരുന്നു ഫസ്റ്റ് 2 മന്ത്സ് ഇല്ല, ആദ്യത്തെ 1 മാസം എന്നുള്ള. പിന്നെ ഞാൻ തന്നെ അത് ശരിയാവത്തില്ല, ഈ മൂഡ് സ്വിങ്സ് അത്ര നല്ലതാവില്ല. അപ്പം ഞാൻ തന്നെ കുറച്ച് എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ആക്റ്റീവ് ആവാനും ഒക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു തരത്തിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി തുടങ്ങി. മുമ്പ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത പോലെ മൂഡ് സ്വിങ്സ് ആയിരുന്നു. പിന്നെ ഫുഡിനോടുള്ള താല്പര്യക്കുറവ് ഭയങ്കരമായിട്ട്, എനിക്കിപ്പോഴും അതുണ്ട്. ഫുഡിനോടുള്ള ഒരു ഇഷ്ടക്കേട്, അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള തോന്നുന്ന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു 2 മന്ത്സിൽ ഒരു നമുക്ക് നോസിയ പോലെ ഛർദി എനിക്ക് അങ്ങനെ ഇല്ല, വല്ലപ്പോഴും ഛർദിക്കുള്ളൂ. പക്ഷേ ഓക്കാനിക്കാൻ വരാം, ഫുഡ് കഴിക്കുമ്പോൾ ഓക്കാനിക്കാൻ വരാം. ഇതൊക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്ന ഒരു സിംറ്റംസ്. പിന്നെ ബ്രസ്റ്റിലുള്ള ചേഞ്ചസ്, ബ്രസ്റ്റ് ഭയങ്കര ഇങ്ങനെ കല്ലച്ച് പോലെ ടെൻറ്ററായിട്ടിരിക്കുക എന്നൊക്കെ പറയില്ല, ഓക്കെ, കല്ലച്ചിരിക്കുന്ന പോലെ ഇരിക്കുക. പിന്നെ നിപ്പിളിൻ്റെ ചുറ്റിനൊരു ഡാർക്ക് കളർ എക്സ്ട്രാ വന്ന പോലെ, ഏരിയോള കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ, ഓക്കെ, അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് വന്നൊരു ചേഞ്ചസ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പിന്നെ എപ്പോഴാണ് വൊമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വൊമിറ്റിംഗ് സ്റ്റാർട്ട്, ചിലർക്ക് വൊമിറ്റിംഗേ ഉണ്ടായിരിക്കില്ല, വൊമിറ്റിംഗ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഡിസ്ചാർജിൽ എന്തെങ്കിലും വ്യത്യാസം എന്ന് വെച്ചാൽ ഉണ്ടായിരിക്കും. വൈറ്റ് ഡിസ്ചാർജ് പൊതുവേ ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. പ്രഗ്നൻസി ടൈമിൽ വൈറ്റ് ഡിസ്ചാർജ് കുറച്ച് കൂടുതലായിരിക്കും. ഞാൻ ഇത്തയുടെ വീഡിയോസ് കാണാറുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഇത്തയോട് ചോദിക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാമോ? ഞാനിപ്പോൾ +2 ആണ് പഠിക്കുന്നത്. ഞാൻ 3 years ആയിട്ട് കമ്മിറ്റഡ് ആണ്. എൻ്റെ ബോയ് ഫ്രണ്ട് എപ്പോഴും പറയും, ഇടയ്ക്കിടയ്ക്ക് അവനക്ക് കുറച്ച് ബാഡ് മെമ്മറീസ്, അവൻ്റെ പാസ്റ്റൊക്കെ ഓർമ്മ വന്നാൽ അവനക്ക് എന്നോട് നമുക്ക് ഫ്രണ്ട്സ് ആയിക്കൂടെ, മാരേജിൻ്റെ ഏജ് ആവുമ്പോൾ നമുക്ക് ഒന്നിക്കാം, അതുവരെ നമുക്ക് ഫ്രണ്ട്സ് ആയിക്കൂടെ എപ്പോഴും പറയുന്നുണ്ട്. ബട്ട് എനിക്ക് അവൻ അത്രയും ഇഷ്ടമാണ്, എനിക്ക് അതിനോട് താല്പര്യമില്ല. എപ്പോഴും അവൻ എൻ്റെ കൂടെ വേണമെന്നാണ്. അവൻ എന്നോട് മാരേജ് ചെയ്യാനല്ലേ, നമ്മൾ സ്നേഹിക്കുന്ന അല്ലാതെ പ്രേമിക്കല്ലല്ലോ എന്നെപ്പോഴും പറയും. ഞാൻ അതിനെ പറഞ്ഞ് മനസ്സിലാക്കും. ലാസ്റ്റ് എൻ്റെ ക്ഷമ പോകുമ്പോൾ ഞാൻ പറയും, ദേഷ്യപ്പെടും. അവനോട് ഞാൻ എനിക്ക് പറ്റണ പോലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ത് വന്നാലും ഒപ്പം നിൽക്കാലോ എന്നൊക്കെ. അവനക്ക് അതിന് പറ്റുന്നില്ല, ഫ്രണ്ട്സ് ആവാ എന്ന് പറയുന്നു. ഞാൻ എപ്പോഴും ഇത് ആലോചിച്ച് ഡിപ്രസ്ഡ് ആണ്. എനിക്ക് പബ്ലിക് എക്സാമാണ്, ബട്ട് ഒന്നും പഠിക്കാൻ കഴിയുന്നില്ല. അവനില്ലാതെ എനിക്ക് പറ്റുന്നില്ല. അത്രയും ഇഷ്ടമാണ്, ബട്ട് അവനക്ക് എന്നെ മനസ്സിലാവുന്നില്ല. അവൻ ഞാൻ പറയുമ്പോൾ പറയും എൻ്റെ നല്ലതിനാണെന്ന്, ഇപ്പോൾ പ്രേമിച്ച് നടക്കണേ എന്ന്. ഞങ്ങൾ കുറച്ചൊരു 4 months ഗ്യാപ്പ് ഇട്ടിരുന്നു. ഞങ്ങൾ പറ്റാതെ ഒന്നായത് ആണ്, ബട്ട് അവനക്ക് ഞങ്ങളുടെ കാര്യം ആരെയും അറിയിക്കുന്നത് ഇഷ്ടമല്ല ഇപ്പോൾ. ബട്ട് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും പറയാറുണ്ട് അവൻ്റെ കാര്യങ്ങൾ അവനക്ക് മൈൻഡിൽ വെക്കുന്നതും. ഞാനിപ്പോൾ ഏജ് 19 കഴിഞ്ഞ് 20 ആവുന്നു, എന്ത് ചെയ്യുന്ന അറിയില്ല. അവനെ ഓക്കെ, സംഭവം എനിക്ക് മനസ്സിലായി. ഞാൻ വായിക്കുന്നില്ല, ഇത് തന്നെയാണ് സംഭവം എന്ന് പറയണത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ നമ്മൾ +2 എന്നൊക്കെ പറയുന്നത്, +2 ഇപ്പോൾ ആവുന്ന 3 വർഷമായിട്ടുള്ള ഏജ്. നമുക്ക് ഒരു പ്രായത്തിൽ നമുക്ക് ശരിക്കും ലവ് ആയിരിക്കും. ഞാൻ ഒരിക്കലും ലവ് അല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇൻഫാക്ച്വേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് ആ ഒരു ഏജിൽ നമുക്ക് ഭയങ്കര, നമുക്ക് തന്നെ എന്ത് ചെയ്യുന്നു അറിയാത്തൊരു പ്രായം. സത്യം പറഞ്ഞാൽ കടുക് പോലെ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രായമാണ് നമുക്ക്. അപ്പം നമുക്ക് ഇത് വേണം എന്നൊക്കെ ഭയങ്കര തീവ്രമായിട്ടുള്ള ആഗ്രഹവും ഇതും ഒക്കെ വാശി വരുന്ന, സ്നേഹത്തിനോട് പിടിച്ചു വെക്കാൻ തോന്നുന്ന ഒക്കെ ഒരു ഏജാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതല്ല ലൈഫ് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം ഉള്ളതെന്ന് പറയണത്, ഇപ്പം കണ്ട ലോകമല്ല ഇനി കാണാൻ പോകുന്ന ലോകം. നമ്മൾ കോളേജിലാകുമ്പോൾ മൊത്തത്തിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് മാറും, എല്ലാം മാറും, ചുറ്റിനുള്ളത് മാറും. ഓക്കെ, എനിക്കറിയാം 10ാം ക്ലാസ് തൊട്ട് പ്രേമിച്ച് തുടങ്ങി കല്യാണം കഴിഞ്ഞവരെ എനിക്കറിയാം. അത് ഇടയിൽ വെച്ച് ബ്രേക്കപ്പ് ആയവരെയും എനിക്കറിയാം, ഒക്കെ അറിയാം. അപ്പം അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട്. ഇതിൽ ഒരാൾ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആൺകുട്ടി പറയുവാണ് ഇത് ശരിയാവില്ല, ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞെങ്കിൽ ഓപ്പോസിറ്റ് ആൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം പെൺകുട്ടികൾ പോലെ ആയിരിക്കില്ല ആൺകുട്ടികൾ എന്ന് പറയുന്നത്. അവർക്ക് എന്താ പറയുക, പെൺകുട്ടികൾ കുറച്ചും കൂടിയും എന്താ പറയുക പക്വത വരും ആ ഏജിൽ. ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഏജിൽ പക്വത വരുന്നില്ല. അവർക്ക് എന്താ ചെയ്യണ്ടേ എന്ന് അറിയ പോലും ഇല്ലാത്ത പ്രായമാണ്. എന്ത് വേണം എന്ത് ചെയ്യണം എന്നറിയാത്തൊരു പ്രായം അവർ.
ഓക്കെ, അവർക്ക് തന്നെ അവരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഏജാണ്. അപ്പോൾ അവരുടെ ഡിസിഷൻസ് മാറും, കാര്യങ്ങൾ മാറും. ഇതെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ആൺകുട്ടികളെ തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഓരോരുത്തരും, നമ്മുടെ ഓരോ അനാട്ടമി അങ്ങനെയല്ലേ അനുസരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവൻ പറഞ്ഞ പോലെ ഇപ്പോൾ പഠിക്കേണ്ട ഏജാണ്. നിങ്ങളുടെ ഇഷ്ടം ഇതുപോലെ ഓക്കെ നിൽക്കുന്നുണ്ട്, അവൻ പറഞ്ഞ പോലെ 3 വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ എന്ന് പറയുന്നത് പബ്ലിക് എക്സാമാണ്. അതിന് പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ തടസ്സമായി നിൽക്കുന്നത് ആ പ്രേമമാണ്. ഒരിക്കലും നമ്മുടെ ഡ്രീംസിനെയോ കരിയറിനെയോ നശിപ്പിക്കണതായിരിക്കരുത് പ്രേമം. പ്രേമം എന്ന് പറയുന്നത് നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടായിരിക്കണം, അല്ലേ? അല്ലാണ്ട് ഇതല്ല. പിന്നെ ഇതല്ല ലൈഫിലെ എൻഡ് എന്ന് പറയണത്. ഇതല്ല അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കാനും അറിയണം. സ്നേഹം, നമുക്ക് ഉള്ളിൽ ഒരാളോട് സ്നേഹമുണ്ട് എന്ന് പറയുമെങ്കിൽ ആ ആൾക്ക് പറ്റുന്നില്ല, ആൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളത് പിടിച്ചു വെക്കാനല്ല നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എവിടെ സ്നേഹം? സ്നേഹത്തിന് വിട്ടുകൊടുക്കാനും പറ്റണം. അവിടെയാണ് ശരിക്കുള്ള പ്രേമം ഇരിക്കുന്നത്. അത് നമ്മളെപ്പോൾ മനസ്സിലാക്കുന്നു, എന്നാലേ നമുക്ക് മെച്യൂരിറ്റിയും വന്നെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ പബ്ലിക് എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നല്ലൊരു കോളേജിൽ കയറി പറ്റുക, എന്നിട്ട് നോക്കുക, എന്നിട്ട് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയുക കാര്യങ്ങളൊക്കെ. ഇതൊരു ഒരാൾ ഫ്രണ്ടാവാന്ന് പറഞ്ഞെങ്കിൽ ഫ്രണ്ടാവുക. നമുക്ക് എന്താ പറയുക, ഒരാൾ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും നല്ലത് ഫ്രണ്ട്ഷിപ്പാണ്. ആദ്യം ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കുക. ആ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം എൻജോയ് ചെയ്യണം നോക്കി നോക്കുക. ചിലപ്പോൾ മനസ്സ് മാറി കഴിഞ്ഞാലോ, ഇനി മനസ്സ് മാറിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതല്ലല്ലോ അവസാനം എന്ന് പറയണത്. എന്നും ഓർക്കാനൊരു നല്ല ഫ്രണ്ടിനെങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെ എല്ലാവരും ഏജിൽ സംഭവിക്കുന്നതാണ്, എല്ലാവരും ഏജിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പ്രായത്തിൽ നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരിക്കും, പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ അതൊരു തമാശയായിട്ട് നമുക്ക് തോന്നും. അതല്ല കേട്ടോ, വേദന ഉണ്ടായിരിക്കും, മുറിവും ഉണ്ടായിരിക്കും. ഞാൻ തമാശയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും ഫസ്റ്റ് ലവ് ആണ്, അല്ലേ? പക്ഷെ എന്താ പറയുക, പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല, അത്രേ ഉള്ളൂ. 4 പ്ലേയിൽ ഹസ്ബൻഡിൻ്റെ പീനസ് ടച്ച് ചെയ്ത കൈകൊണ്ട് എൻ്റെ വെജൈന ടച്ച് ചെയ്താൽ സ്പേം ഉള്ളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ? പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, അതൊരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ കുറേ അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. മറ്റേ ഹാൻഡിൽ സ്പേമായിട്ട് അത് പിന്നെ വെജൈനയിൽ തട്ടുമ്പോൾ അങ്ങനെ ഒരിക്കലും പ്രഗ്നൻ്റ് ആവത്തില്ല, കാരണം നമ്മളുടെ പുറത്തത്തെ ഇതിൽ എന്താ പറയുക, സ്പേം കോണ്ടാക്ട് വരെയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ് ഇനി ജീവൻ ഉണ്ടായിരിക്കില്ല. പിന്നെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ബയോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ പറയേണ്ടി വരും, പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പറയാം, ആവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇത്ര ആവശ്യത്തിനൊക്കെ ഇന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒത്തിരി ടൈമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗേൾസ് ടോക്ക് കഴിഞ്ഞു. ഇന്നത്തെ ഗേൾസ് ടോക്ക് ഇഷ്ടമായെങ്കിൽ പറയണം. നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉടനെ ചെയ്യാം കേട്ടോ. എന്നോട് വേണമെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ കമൻസ് ആയിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ കാര്യമായിരിക്കണം തന്നെ ഇല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുള്ള ആഗ്രഹമുള്ള കാര്യമോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.